അപ്പോൾ നമ്മളിനി പോകുന്നത് ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. പാലം കഴിഞ്ഞിട്ട് കിട്ടുന്ന സ്ഥലം ആലപ്പുഴയും അതുപോലെ തന്നെ പാലത്തിൻ്റെ ബാക്ക് സൈഡ് ഭാഗത്ത് എറണാകുളമാണ്. ജസ്റ്റ് അങ്ങനെ ആളത് ഫ്രണ്ടിലുണ്ട്. ഓളേ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ കല്യാണം ഉണ്ടാ ഹരീഷ. താങ്ക് യു. നല്ല ചിക്കൻ ബിരിയാണി, അല്ല നെയ്ച്ചോറും ഇതെന്താ പറഞ്ഞു, റൈസും നിൽക്കുന്നില്ല. ഓക്കെ ശരി ബൈ. അയ്യോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിനി പോകുന്നത് ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. നമ്മളെ ഫസ്റ്റിൽ പോകുന്ന ഹരീഷ് വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയിട്ട് ശേഷം അവൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഫസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാം. ജസ്റ്റ് ഫോളോ മീ. ഫോർട്ട് കൊച്ചിൻ്റെ കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല. ഫോർട്ട് കൊച്ചിയിൽ കൂടെ തന്നെ നമ്മൾ പോകുന്നത്. ക്രിസ്മസും ന്യൂ ഇയറൊക്കെ പ്രമാണിച്ച് നല്ല രീതിയിൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളിനി പോകുന്നത് ആലപ്പുഴ ജില്ലയിലേക്കാണ്. എറണാകുളം ജില്ലയിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ടില്ല. നമ്മൾ നേരെ വന്ന് ഫോർട്ട് കൊച്ചിയും അതുപോലെ തന്നെ വാട്ടർ മെട്രോ അങ്ങനെ വരുന്ന ലൊക്കേഷനൊക്കെ കറങ്ങിയിട്ട് നമ്മളിനി പോകുന്നത് ആലപ്പുഴയ്ക്കാണ്. ആലപ്പുഴയ്ക്ക് എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ നിന്നും എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 60 കിലോമീറ്ററാണ് ആലപ്പുഴ സിറ്റിയിൽ കാണിക്കുന്നത്. നമുക്ക് ആലപ്പുഴ സിറ്റിയിലേക്ക് എത്തേണ്ട അതിന് മുന്നോടിയാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ഏകദേശം 1.5 മണിക്കൂർ സമയം എടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് ഹരീഷിൻ്റെ വർക്ക് ചെയ്യുന്ന ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. ഹരീഷ് നമ്മൾ ഖത്തറിലുണ്ടായിരുന്ന സമയത്ത് ഒരുമിച്ചായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ അടുത്ത ബെസ്റ്റ് കമ്പനിയാണ് ഹരീഷ്. അപ്പോൾ അവൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ ഫസ്റ്റ് ഇന്ന് പോകുന്നത്. അപ്പോൾ അവനിപ്പോൾ വർക്ക് ചെയ്യുന്നതും കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചിയിൽ അവൻ്റെ ലൊക്കേഷനിലേക്ക് ഏകദേശം ഒരു 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് എത്തും. നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോർട്ട് കൊച്ചി. ഹാപ്പി ന്യൂ ഇയറിന് വേണ്ടിയിട്ട് നമ്മളേകദേശം ന്യൂ ഇയർ ആവുന്ന സമയമാകുമ്പോൾ ചിലപ്പം തിരുവനന്തപുരം എത്താൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മളൊരു പ്ലാന് ഏതായിരുന്നാൽ നല്ല രീതിയിൽ തന്നെ റഷ് ഉണ്ട് നമ്മളെ മുൻഭാഗത്തൊക്കെ. മൊത്തത്തിൽ സീനാണ്. നമുക്ക് ബാക്ക് വശത്ത് നല്ല ഉത്സവമൊക്കെ ഉണ്ട്. ഉത്സവത്തിന് ആനനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഫുള്ള് വീഡിയോ പകർത്താൻ പറ്റിയില്ല. നമ്മൾ ആ ക്യാമറ ചാർജ് കഴിഞ്ഞ് വീണ്ടും ഞാൻ ചാർജിൽ ഇട്ടുകൊണ്ടോടൊപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. മൊബൈലിൽ ചാർജ് കഴിഞ്ഞിട്ടുണ്ട്. മൊബൈലിലേക്ക് ചാർജ് ചെയ്യുന്ന കേബിളിന് എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മൊബൈൽ വണ്ടിയിൽ നിന്നാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലേക്ക് കയറുന്ന സമയത്ത് ഒരുപാട് ബ്രിഡ്ജുകളുണ്ട്. ബ്രിഡ്ജ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ അപ്പുറം കടക്കുന്നത്. നമുക്കറിയാം നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ വന്നതും വൈപ്പിലിൽ പോയിട്ട് ബോട്ട് ജെട്ടിയിലാണ് നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിലെത്തിയത്. അപ്പോൾ നെക്സ്റ്റ് അഗൈൻ റഷാണ്. ഈവനിങ് ആയ സമയത്തോടു കൂടി നല്ല രീതിയിൽ തന്നെ ആളുകൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചിയിൽ വന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ട് വരുന്ന ആളുകളായിരിക്കും. ഏതായിരുന്നു അപ്പോൾ നമ്മളെ റൈഡ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. സം ടൈം ഒരു ലൂസ് കണക്ഷൻ വരും നമ്മളെ മൊബൈൽ ചാർജിങ്ങിന്. അപ്പം ഈ സീനാവോ എന്നത് അറിയില്ല. ലൊക്കേഷൻ മസ്റ്റായിട്ട് വെക്കണം. നമുക്ക് കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ അറിയില്ല. ഹരീഷിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ലൊക്കേഷൻ അതുപോലെ തന്നെ അവൻ്റെ ഓഫീസിൻ്റെ ലൊക്കേഷനിൽ ഫസ്റ്റ് പോയിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകാനുള്ള പ്ലാനിലാണ് പോകുന്നത്. ഏതായാലും ഈ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞോട് കൂടി നമുക്ക് ആ ഒരു ലൊക്കേഷനിൽ എത്താൻ കഴിയും. സാധാരണ രീതിയിൽ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് നൈറ്റിൽ റൈഡ് വളരെ കുറവായിരുന്നു. നമുക്ക് ഈ ഒരു ഈവനിങ് 7 മണി സമയമൊക്കെ ആകുമ്പോഴേക്കും മാക്സിമം 8-8:30 സമയത്തിനുള്ളിലായിട്ട് നമ്മൾ റൂമിൽ എത്താറുണ്ട്. കാരണം എന്ന് വെച്ചാൽ നൈറ്റിലൊരു റൈഡിൻ്റെ ആവശ്യമില്ല. നൈറ്റ് റൈഡ് റിസ്ക് ആയിരുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ചൂസ് ചെയ്യാത്തത്. പക്ഷേ നമ്മൾ എറണാകുളം ജില്ല സ്റ്റേ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ആലപ്പുഴ പിടിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ആലപ്പുഴ, അതുകൊണ്ട് ഡയറക്റ്റ് ആലപ്പുഴ പോകുന്നത്. ഏകദേശം 1.5 മണിക്കൂർ സമയം അങ്ങോട്ടേക്ക് എടുക്കും. നമ്മൾ ഹരീഷിൻ്റെ ലൊക്കേഷനിൽ പോയപ്പോൾ അവനോടൊന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ആലപ്പുഴ ലൊക്കേഷൻ വെച്ചിട്ടാണ് പോകുന്നത്. ഏകദേശം 1.5 മണിക്കൂറിൻ്റെ അടുത്ത് സമയം വീണ്ടും എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു കാണുന്ന പാലം കഴിഞ്ഞിട്ട് കിട്ടുന്ന സ്ഥലം ആലപ്പുഴയും അതുപോലെ തന്നെ പാലത്തിൻ്റെ ബാക്ക് സൈഡ് ഭാഗത്ത് എറണാകുളമാണ്. അപ്പോൾ രണ്ടിൻ്റെയും ബോർഡറായിട്ട് വരുന്ന ഒരു ബ്രിഡ്ജാണ് ഈ ഒരു ബ്രിഡ്ജ്. കഴിയുന്നതോടുകൂടി നമ്മൾ ആലപ്പുഴ ജില്ലയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ 9ാമത്തെ ജില്ലയായിട്ടുള്ള ആലപ്പുഴ ജില്ലയിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ആലപ്പുഴ ജില്ലയിൽ കയറിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഈ ഒരു കാണുന്ന സിഗ്നലിൽ നിന്ന് റൈറ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ സ്ട്രൈറ്റിൽ പോകുന്നത് ആലപ്പുഴ
സിറ്റിയിലേക്കാണ്. നമ്മൾ അതിൻ്റെ മുന്നോടിയാണ് നമ്മളെ ഹരീഷിൻ്റെ ലൊക്കേഷന്. ഹരീഷ് ഓൾറെഡി മുന്നിൽ പോയിട്ടുണ്ട്. നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാണ് പറഞ്ഞത്. അവന് റൈഡൊന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നൈറ്റിലാണെങ്കിലും തിരക്കുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ റഷ് ഉണ്ട്. എറണാകുളം ജില്ലയിൽ നിന്നും ആലപ്പുഴയ്ക്ക് ഈ ഒരു 1.5 മണിക്കൂർ സമയമായതുകൊണ്ട് മാത്രമേ നമ്മളിങ്ങനെ ചൂസ് ചെയ്ത് കിട്ടാം. സാധാരണ രീതിയിൽ മറ്റുള്ള ജില്ലകളിൽ നിന്നൊക്കെ മറ്റൊരു ജില്ലയ്ക്ക് പോകുമ്പോൾ 2 മണിക്കൂർ സമയങ്ങളൊക്കെ സാധാരണ എടുക്കാറുണ്ട്, 2-2.5 മണിക്കൂറൊക്കെ സമയം എടുക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് പെട്ടെന്ന് എത്തുന്നതുകൊണ്ടാണ് ഈ റൂട്ട് നമ്മൾ പിടിച്ചത്. ഏതായാലും നമ്മളിതാ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന റൈഡ്. യാത്ര സ്റ്റാർട്ടിങ് മുതൽ ഈ ഒരു സമയം വരെ നമുക്കൊരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ വന്നിട്ടില്ല. വണ്ടിക്കോ മെയിൻ്റനൻസ് പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും വന്നില്ല. നമ്മളെ മുൻ സൈഡിലെ മുൻഭാഗത്ത് ഒരു റൈഡേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ സോളോ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ കാസർഗോഡും അതുപോലെ തന്നെ കണ്ണൂരിൻ്റെ പകുതി ഭാഗവും നമ്മളെ കുഞ്ഞാപ്പം നമ്മൾ പോകുന്നുണ്ടായിരുന്നു. കുഞ്ഞാപ്പിൻ്റെ പണിയെല്ലാം വന്ന് സ്കിപ്പ് ചെയ്ത് പോയി. ഏകദേശം കാസർഗോഡ് മുതൽ മലപ്പുറം ജില്ല വരെ മാക്സിമം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വ്യൂവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മലപ്പുറത്തിൻ്റെ ശേഷം നമുക്ക് തീരെ വ്യൂവേഴ്സ് വരുന്നില്ല. നമ്മളെ അവതരണത്തിൻ്റെ പ്രശ്നമാണോ എന്താ അറിയില്ല, ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ചിലപ്പം നമ്മൾ ചെയ്യുന്ന അത്ര ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഏതായിരുന്നാലും കുഴപ്പമില്ല, നമ്മൾ ഈ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് അതിന് മുന്നോട്ട് പോകുന്നത്. ഏതായാലും കംപ്ലീറ്റ് ചെയ്യണം. സപ്പോർട്ട് തുറന്ന് കാണുന്ന ആളുകളൊക്കെ പ്രതീക്ഷിക്കുന്ന മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കണം. ഏകദേശം നമ്മൾ അവന് പറഞ്ഞ ലൊക്കേഷനിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് അവനെ വിളിക്കുന്നതായിരിക്കും ഒന്നും കൂടി ബെസ്റ്റ്. നമ്മൾ വണ്ടി സൈഡാക്കിയിട്ടുണ്ടെങ്കിൽ അവനൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. അവന് ഈ ഒരു പറഞ്ഞ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പെട്രോൾ പമ്പാണ് പറഞ്ഞത്. HP പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അവനൊന്ന് കോൺടാക്ട് ചെയ്യുക. ഏതായാലും നമ്മളവനെ കോൺടാക്ട് ചെയ്തപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ മുന്നോട്ട് പോയി നോക്കാം. NH66 വർക്ക് നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് അങ്ങനെ ആളത് ഫ്രണ്ടിലുണ്ട്. കല്യാണം വീടുണ്ട്, അവിടെ വരെ ഒന്ന് കയറിയിട്ട് പോവാം, വീട്ടിലേക്ക് പോവാം. ആരാ കല്യാണം? ഇവിടെ കൂട്ടുകാരൻ്റെ പാലാണല്ലേ. അങ്ങനെ നമ്മൾ ഹരീഷിനെ കണ്ടെത്തി. ഹരീഷിൻ്റെ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ വീട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ കല്യാണത്തിന് പോകുന്നത്. ഏതായാലും റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കല്യാണമൊന്നും കിട്ടുന്നില്ല. അപ്പം നമുക്ക് കല്യാണത്തിന് പോയിട്ട് കാണാം. ഓളേ ഫസ്റ്റ് വന്നപ്പം തന്നെ കല്യാണം ഉണ്ടാ. ഹരീഷ താങ്ക് യു. നല്ല ചിക്കൻ ബിരിയാണി, അല്ല നെയ്ച്ചോറും എന്തെന്താ പറഞ്ഞു, റൈസും നിൽക്കുന്നില്ല. ഏതായാലും 1.5 മണിക്കൂർ നമ്മൾ ഓടി നമ്മളിതാ ആലപ്പുഴ ജില്ലയിലെത്തി. നല്ലൊരു കല്യാണം കിട്ടി. നമ്മൾ നേരെ ഹരീഷിൻ്റെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് നാളെ മോർണിംഗിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഗുഡ് മോർണിംഗ്. ആലപ്പുഴ നമ്മളെ ഹരീഷിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഹരീഷിൻ്റെ വീട്ടിലാണ് ഇന്നലെ സ്റ്റേ ചെയ്തത്. ഹരീഷിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി കല്യാണമൊക്കെ കൂടി അങ്ങനെ അടിച്ചു പൊളിച്ച് രാത്രി ഇവിടെ എത്തി, തിരിച്ചെത്തി. വണ്ടി ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ട്. ഓ, ഹരീഷ് ഖത്തറിൽ വന്നതിന് ശേഷം ഉണ്ടാക്കിയ വീടാണ്ടാ. കാണിച്ചു തരാം പുറത്തുനിന്നുള്ള വ്യൂ. ഇനി ഉണ്ടാക്കിയ സമ്പാദ്യല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി കേട്ടാ. അപ്പോൾ നമ്മൾ ഹരീഷിൻ്റെ അച്ഛനുണ്ടാക്കിയ കപ്പയും മുട്ടക്കറിയൊക്കെ ഉണ്ട്. ഏതായാലും ഒന്ന് കഴിച്ച് നോക്കാം. ഇന്നലെ നൈറ്റിൽ ഇതാ ഹരീഷിൻ്റെ റൂമിൽ ഇവിടെ കിടന്ന് ഫുൾ അലങ്കോലാക്കിയിട്ടാണ്. വൈഫ് ഇവിടെ ഇല്ല, വൈഫിൻ്റെ വീട്ടിലാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന പോലെ തന്നെ. ശരി, അപ്പോൾ ഹരീഷ് പോ. ഹരീഷക്ക് ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടിൻ്റെ അതുകൊണ്ട് ഹരീഷ് പോവാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങും. അപ്പോൾ നെക്സ്റ്റ് ഇനി അടുത്തെന്നാ നമ്മൾ റോഡ് ഓപ്പൺ ആവട്ടെ. NH66 ഓപ്പൺ ആയിട്ട് ഒരൊറ്റ വരവ്. അതാകുമ്പോൾ ഈസി ആയിട്ട് എത്താൻ പറ്റും. ഓക്കെ ശരി, ബൈ. അയ്യോ, ശരി.
എറണാകുളം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആലപ്പുഴ എത്തി. ആലപ്പുഴ നമ്മളെ ഹരീഷിൻ്റെ വീട്ടിലാണുള്ളത്. ഹരീഷ് ഡ്യൂട്ടി പോയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ആലപ്പുഴ സിറ്റിക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എറണാകുളം മുതൽ ആലപ്പുഴ വരെയുള്ള വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് കാണാം ആലപ്പുഴൻ്റെ കാഴ്ചകൾ. അപ്പോൾ സ്റ്റിൽ ഫോളോ ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.